والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما أجمعين. اللهم آت نفوسنا تقواها زكها وأنت خير من زكاها. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കൽക്കലൻ്റെ രണ്ടാമത്തെ ക്ലിപ്പാണിത്. കൽക്കലൻ്റെ പാർട്ട് 2, കൽക്കലയുടെ വിവിധ തലങ്ങൾ. ഓക്കെ, 2 ടൈപ്പ് കൽക്കലുണ്ട്. എന്തൊക്കെ രണ്ട് ടൈപ്പ്? കൽക്കല കുബ്ര, ഓക്കെ, കൽക്കല കുബ്ര, പിന്നെ കൽക്കല സുഹറ. ഓക്കെ, കൽക്കല കുബ്ര, കുബ്ര എന്ന് പറഞ്ഞാൽ കബീർ. ഓക്കെ, കൽക്കല കുബ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടിയ കൽക്കല, സ്ട്രെങ്ത്ത് കൂടിയ കൽക്കല. കൽക്കല സുഹറ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെങ്ത്ത് കുറഞ്ഞ കൽക്കല. ഓക്കെ, അപ്പം കൽക്കല കുബ്ര എന്ന് പറഞ്ഞാൽ എന്താണെന്നോ ഡീറ്റെയിൽഡിൽ നോക്കാം ഇൻഷാ അല്ലാ. കൽക്കലുള്ള അക്ഷരത്തിൻ്റെ മുകളിൽ വഖഫ് ചെയ്യുമ്പോൾ, ഓക്കെ, വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിർത്തുക. അറിയാലോ അല്ലേ എല്ലാവർക്കും? വഖഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ ഉദാഹരണങ്ങൾ ആദ്യം ശബ്ദ ഇല്ലാത്ത ഉദാഹരണങ്ങൾ പറയാം, പിന്നീട് ശബ്ദ ഉള്ളത് പറയാം. അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ കൽക്കല, ദാലിൻ്റെ മുകളിൽ കൽക്കല വന്നിട്ട് നമ്മളവിടെ വഖഫ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത്. അപ്പോൾ എന്താണ് അത്? കൽക്കല കുബ്ര. ഒരു നമ്മൾ പാരായണത്തിൻ്റെ അവസാനത്തിൽ വരുന്ന കൽക്കല എന്താണ്? ആ കൽക്കലൻ്റെ മുകളിൽ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? അത് കൽക്കല കുബ്ര. പിന്നെ മുഹീത്ത്, ഫലഖ്, സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ അല്ലേ. അൽ ഹജ്ജ്, ഓക്കെ, അവിടെ ശബ്ദ വന്നാലും ഒക്കെ അങ്ങനെ തന്നെ. വതബ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളെന്താണ്? സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, ഓക്കെ, വഖഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? കൽക്കല കുബ്ര. ഇനി കൽക്കല സൂറ പറഞ്ഞാൽ എന്താണ്? കുറഞ്ഞ കൽക്കല. ഓക്കെ, അത് നമ്മളിങ്ങനെ പാരായണത്തിൻ്റെ ഈ വഖഫിലല്ല, പാരായണത്തിൻ്റെ നടുവിൽ വരുമ്പോൾ, ഓക്കെ, അതായത് കൽക്കലയുള്ള ഒരക്ഷരം വാക്കിനുള്ളിലോ തുടർന്ന് പാരായണം ചെയ്യുമ്പോഴോ വരാം. ഓക്കെ, അതായത് ഈ അവസാനത്തിലല്ലാത്ത ബാക്കിയൊക്കെ. അപ്പോൾ അതായത് ഒരു വാക്കിൻ്റെ ഉള്ളിൽ വരാം, അല്ലെങ്കിൽ നമ്മൾ ഒരു ആയത്തിൻ്റെ ഉള്ളിൽ വരാം. ഓക്കെ, എന്നിട്ട് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അങ്ങനെ. അപ്പോൾ ഉദാഹരണം എന്താണ്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഖദ് എന്ന് വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താവും? അത് കൽക്കല കുബ്രാവും. ഇത് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല അല്ലേ, വഖഫ് ചെയ്യുന്നില്ല. നമ്മൾ പിന്നെ വസ്ലാണ് ചെയ്യുന്നത്, അങ്ങനെ കൂട്ടി ഓതി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്? കൽക്കല സൂറ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. പിന്നെ യുബ്, ഓക്കെ, ബ ഇവിടെ എന്താ? കൽക്കലാക്ഷരമാണ്. അപ്പം വാക്കിൻ്റെ ഉള്ളിൽ വന്ന് യുബ്സിറൂന. അപ്പോൾ അതും എന്താണ്? വാക്കിൻ്റെ ഉള്ളിൽ വന്ന്, അല്ലെ ആയത്തിൻ്റെ ഉള്ളിൽ ഒക്കെ ഇടയിലൊക്കെ വന്നാൽ എന്താണ്? കൽക്കല സൂറ. കൽക്കല കുബ്ര ആവലപ്പോഴാണ് ആ കൽക്കല അക്ഷരത്തിൻ്റെ മുകളിൽ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ, സ്റ്റോപ്പ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി ഒരു എക്സ്ട്രാ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഇതിലുണ്ട്. കൽക്കലയുള്ള അക്ഷരം ശ്രദ്ധയോട് കൂടി വരുമ്പോൾ, ഓക്കെ, അപ്പം നമ്മൾ ഇവിടെയുള്ള ഉദാഹരണം എന്താണ്? അത്തോരിഖ്. ഓക്കെ, അപ്പോൾ അത്തോ എന്ന് പറയുമ്പോഴെന്താണ്? ഒരക്ഷരത്തിന് ശ്രദ്ധ വരാമെന്ന് പറഞ്ഞാൽ എന്താണ്? 2 അക്ഷരം മേർജ് ചെയ്തതാണ്, ഇദ്ഗാമായതാണ് അല്ലേ. അപ്പോൾ ഇൻ ദിസ് കേസ് എന്താണ്? തോ ശദ്ദ ഫത്ഹ എന്നുള്ളത് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ കിട്ടുക? തോ സുക്കൂൻ പ്ലസ് തോ ഫത്ഹ അല്ലേ, അങ്ങനല്ലേ? തോ സുക്കൂൻ പ്ലസ് തോ ഫത്ഹ, ഇത് രണ്ടും മേർജ് ചെയ്തിട്ട് എന്താവും? തോ ശദ്ദ ഫത്ഹ, അങ്ങനെ ആവും അല്ലേ. അപ്പോൾ ഈ ശബ്ദൻ്റെ ഉള്ളിൽ വരുമ്പോഴെങ്ങനെയാണ്? ഒന്നാമത്തെ ഇത് തോ സുക്കൂനെ നമ്മൾ കൽക്കല ചെയ്യൂല ശബ്ദയിൽ വരുമ്പോൾ. ഓക്കെ, രണ്ടാമത്തെ ഇത് ഇവിടെ ഇൻ ദിസ് കേസ് എന്താണ്? രണ്ടാമത്തെ തോ ഫത്ഹ വന്നാൽ കൽക്കലല്ല. ഓക്കെ, രണ്ടാമത്തെ തോക്ക് സുക്കൂന് വന്നാലേ അങ്ങനെ കൽക്കല ചെയ്യുള്ളൂ.
ഇതിപ്പോൾ എന്താണ് നമുക്ക് അങ്ങനെയാണെങ്കിൽ പാരായണം ചെയ്യാനും പ്രയാസമായിരിക്കും. തോരിയൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ ആ തോ സുക്കൂനെ പിന്നെ ഒരിക്കലും കൽക്കല ചെയ്യൂല. ഷദ്ദൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പിന്നെ അപ്പോൾ എന്താണ് അതിന് കുറഞ്ഞ ടൈം മാത്രം നമ്മൾ കൊടുത്തിട്ട് പിന്നെ ആ ഫത്ഹ കൊടുക്കല ചെയ്യാം. തോരിയക്ക്. ഓക്കെ. പിന്നെ അടുത്ത ഉദാഹരണം നോക്കുക. യുറദ്ദൂന. അപ്പോൾ ദാലിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ദാൽ സുക്കൂൻ പ്ലസ് ദാൽ ദൊമ്മ. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ദാൽ സുക്കൂൻ നമ്മൾ കൽക്കല കൊടുക്കില്ല. കാരണം ഷദ്ദൻ്റെ ഭാഗമായിട്ട് വരാണെങ്കിൽ ഒന്നാമത്തെ അക്ഷരത്തിന് കൽക്കല കൊടുക്കില്ല. രണ്ടാമത്തെ അക്ഷരത്തിനാണ് കൽക്കല കൊടുക്കുക. പക്ഷേ സുക്കൂന് വരണം. സുക്കൂന് മാത്രമാണല്ലോ കൽക്കല. ഇവിടെ സുക്കൂനല്ല, ഹറക്കത്ത് വന്നിട്ടുണ്ട് അല്ലേ, ദൊമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൽക്കല ചെയ്യൂല. ഞാൻ കൽക്കല ചെയ്യുന്ന ഉദാഹരണം കാണിച്ചു തരാം കേട്ടോ. ഷദ്ദയിൽ കൽക്കല ചെയ്യുന്ന ഉദാഹരണം കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ കൽക്കല ചെയ്യൂല. ഒന്നാമത്തെ പിന്നെ ഈ ഷദ്ദയിൽ ഒന്നാമത്തെ അക്ഷരത്തിന് എന്തായാലും കൽക്കല ചെയ്യൂല. രണ്ടാമത്തെ അക്ഷരത്തിന് മാത്രമേ സുക്കൂനാണെങ്കിൽ ചെയ്യുള്ളൂ. ഇവിടെ ഫത്ഹ കസ്റ ദൊമ്മ വന്നാൽ കൽക്കല നമ്മൾ എന്തായാലും ചെയ്യൂല. സുക്കൂന് മാത്രം അത് പറയാം. അതേപോലെ ഇതിപ്പോൾ നമ്മൾ കൽക്കല ചെയ്യുകയാണെങ്കിൽ അവിടെ ഇദ്ഗാം നടക്കൂല, ആ മേർജിങ് നടക്കൂല. യുറദ്ദൂന എന്ന് പറയുമ്പോൾ ഇദ്ഗാം ആയില്ല. ഇവിടെ ഇദ്ഗാമാണ് നിയമം. ഓക്കെ. യുറദ്ദൂന എന്ന് പറയുമ്പോൾ അവിടെ ഇദ്ഗാം നടക്കൂല. ഓക്കെ. മൂന്നാമത്തെ ഉദാഹരണം നോക്കാം. റബ്ബന. അപ്പം ആ ബ എന്നുള്ളത് പിരിച്ചെഴുതിയാൽ നമുക്ക് എന്താ കിട്ടുക? ബ സുക്കൂൻ പ്ലസ് ബ ഫത്ഹ. അപ്പം ഒന്നാമത്തെ ഷദ്ദൻ്റെ ഉള്ളിലാണെങ്കിൽ ഒന്നാമത്തെ ബ സുക്കൂനിന് എന്തായാലും കൽക്കല കിട്ടൂല. ഓക്കെ. രണ്ടാമത്തത് ഹറക്കത്ത് ഫത്ഹ ആയതുകൊണ്ട് അതിനും കൽക്കല ഇല്ല. ഓക്കെ. അപ്പോൾ റബ്ബന. ഓക്കെ. കൽക്കല കൊടുക്കൽ എവിടെയാണ്? ഇതവിടെ ഈ മുകളിലെ ഉദാഹരണം നോക്കാം. അൽ ഹജ്ജ്. ഓക്കെ. അൽ ഹജ്ജ് ജീം സുക്കൂൻ പ്ലസ് ജീം സുക്കൂൻ, 2 ജീം സുക്കൂൻ വന്നു അല്ലേ. അപ്പോൾ നമ്മൾ കൽക്കല കൊടുക്കുന്നത് ഒന്നാമത്തെ ജീം സുക്കൂനല്ല, രണ്ടാമത്തതിനാണ് നമ്മൾ കൊടുക്കുക, സുക്കൂന് വന്നതുകൊണ്ട്. ഓക്കെ. ഒന്നാമത്തതിന് നമ്മൾ കൊടുക്കൂല. ഇവിടെ ഇദ്ഗാം നടക്കുക ചെയ്യുക. ഹജ്ജ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഇദ്ഗാം വന്നില്ല അല്ലേ. ഹജ്ജ് 2 അക്ഷരം കൂടി ഇദ്ഗാമായിട്ട് ഒറ്റ അക്ഷരമായി മാറി, ഹജ്ജ്. ഓക്കെ. അതേപോലെ ഷദ്ദയിൽ എപ്പോഴാണ് കൽക്കല വരാം? സുക്കൂനാണെങ്കിൽ മാത്രം. വതബ്. ഓക്കെ. അപ്പോൾ ഇവിടെ ബ സുക്കൂൻ പ്ലസ് ബ സുക്കൂൻ അല്ലേ. ഒന്നാമത്തെ ബ സുക്കൂന് നമ്മൾ കൽക്കല കൊടുക്കൂല, ആ ഷിദ്ദ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ബ സുക്കൂനാണ് നമ്മളിവിടെ കൽക്കല കൊടുക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ രണ്ടിനും കൽക്കല കൊടുത്താൽ എന്താവും? വതബ് എന്നാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ഇദ്ഗാം നടന്നില്ല. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ 2 അക്ഷരം ചേർന്നിട്ട് ഒറ്റ അക്ഷരമായി മാറണ്. അപ്പോൾ അവിടെ ഇദ്ഗാമായിപ്പോൾ ആവുന്നുണ്ട്, ഇദ്ഗാം നടക്കണം. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ഇപ്പോൾ ഷദ്ദൻ്റെ ഉള്ളിൽ ഒന്നാമത്തെ അക്ഷരത്തിന് എന്തായാലും കൽക്കല കിട്ടൂല. രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് സുക്കൂനാണെങ്കിലാണ് കൽക്കല കിട്ടുക. ഇവിടെ എഴുതിയത് സുക്കൂനുള്ള അക്ഷരത്തിന് ഈ ഉദാഹരണങ്ങളിൽ അത്തോരിഖ്, യുറദ്ദൂന, റബ്ബന ഇതിൽ ഇവിടെ എഴുതിയിട്ടുള്ളത് സുക്കൂനുള്ള അക്ഷരത്തിന് കൽക്കല കൊടുക്കുന്നില്ല, ഷദ്ദ മാത്രം. ഷദ്ദ കൊടുക്കുന്നുണ്ട്, ഷിദ്ദയും കൊടുക്കുന്നുണ്ട്, രണ്ടും കൊടുക്കുന്നുണ്ട്. ഷിദ്ദൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഷിദ്ദ കൊടുക്കുന്നുണ്ട് അല്ലേ. അജിദു, ഖത്തീൻ, ബക്കത്ത് ഷിദ്ദൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ ഷിദ്ദ കൊടുക്കുന്നുണ്ട്. അല്ല ഇനിയിപ്പോൾ ഷദ്ദൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ യുറദ്ദൂന. ഓക്കെ. അവിടെ ഷദ്ദ മാത്രമാണ് കൊടുക്കുന്നത്. കൽക്കലയും ഷദ്ദയും ഒരുമിച്ച് വരുന്ന അക്ഷരങ്ങളിൽ അൽ ഹജ്ജ്, വതബ് നിർത്തുമ്പോൾ രണ്ടാമത്തെ അക്ഷരത്തിനാണ് കൽക്കല കൊടുക്കുന്നത്. വതബ് എന്ന് പറയുമ്പോൾ ബ സുക്കൂൻ പ്ലസ് ബ സുക്കൂൻ. അതിൽ നമ്മൾ ലാസ്റ്റ് ബ സുക്കൂനാണ് കൽക്കല കൊടുക്കുന്നത്. ഫസ്റ്റ് വണ്ണിന് കൊടുക്കൂല, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അല്ലേ.
ഇപ്പോൾ രണ്ടാമത്തതിനാണ് കൊടുക്കുക. രണ്ടാമത്തിൻ്റെ ഹർക്കത്ത് അനുസരിച്ചിട്ടാണ് കൽക്കല ഉണ്ടാവോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നമ്മൾ അറിയൽ. രണ്ടാമത്തെ അക്ഷരത്തിനും സുക്കൂനാണെങ്കിലാണ് കൽക്കല കൊടുക്കുക. ഫത്ഹ കസ്റ ദമ്മ വന്നാൽ എന്തായാലും കൽക്കല ഉണ്ടാവില്ലല്ലോ. അപ്പം അതായിരുന്നു കൽക്കലൻ്റെ പാർട്ട് 2 ഇൻഷാ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.